പട്ടാമ്പിയിൽ ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ എം.എൽ.എ. ഓഫീസ് മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളും. ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. ബി.ജെ.പി. സംസ്ഥാന വക്താവ് പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരത്തിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുക, കൈവരി ഉടൻ നിർമ്മിക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പുതിയ പാലം നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ചിത്ര ഓഡിറ്റോറിയം പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് മേലെ പട്ടാമ്പിയിൽ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കേരള ഭരണം ദുരന്ത ഭരണമാണെന്നും സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങൾ ദുരിതത്തിലാണെന്നും പത്മനാഭൻ പറഞ്ഞു. അപ്പോൾ ഈ ദേശീയ ഹൈവേ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് തൃശ്ശൂർ കുന്നംകുളം ആ റോഡാണ്. ആ റോഡിലൂടെ പോകാൻ സാധ്യമല്ല, ബൈക്കുകാർക്ക് പോകാൻ സാധ്യമല്ല, വലിയ ലോറിക്കാർക്കും ബസ്സുകാർക്കൊക്കെ ഒരുവിധം പോവാം. നമ്മുടെ മുഖ്യമന്ത്രി പോയത് എങ്ങനെയാണെന്നറിയാം? പെരുമ്പിലാവുന്ന നേരെ ഷൊർണൂർ റോഡിന് കയറിയിട്ടാണ് തൃശ്ശൂർക്ക് പോയത്. മൂപ്പരെന്നെ വഴിതിരിച്ചു വിട്ടത്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഏതാണ്? അതുകൊണ്ട് പട്ടാമ്പി മാത്രമല്ല, ഈ ദുരിതം കേരളമുണ്ട്. ഈ ദുരിതം കേരളം മുഴുവനുണ്ട്. കാരണം ഈ ദുരിതത്തിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. മണ്ഡലം പ്രസിഡന്റ് വി.സി. സന്തോഷ് അധ്യക്ഷനായി. നേതാക്കളായ പൂക്കാട്ടിരി ബാബു, എം.പി. മുരളീധരൻ, ഗോപി പൂവക്കോട്, എ. സുരേഷ്, അനിൽകുമാർ, സുമാ സത്യൻ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ.